അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ LCയിലോട്ട് പുതിയൊരു ക്യാരക്ടർ ഇൻട്രോ വന്നിട്ടുണ്ട്. നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ലോറൻസ് ആയിരുന്നു ഒരു ഇൻട്രോ എടുത്തുള്ള അടിപൊളി ഒരു വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഇപ്പോൾ മലയാളത്തിൽ നിന്ന് നമ്മുടെ നിവിൻ പോളിയാണ് നമ്മുടെ പുതിയ LCയിലോട്ട് വന്നേക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് ആ ഒരു ഇൻട്രോ ഇഷ്ടപ്പെട്ടല്ലോ? വെൽക്കം ടു ദ ചാനൽ മൂവി മാൻ. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ 3 സിനിമയുടെ ടീസർ റിലീസ് ആയിട്ടുണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് റിവ്യൂസും റിയാക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ വന്നേക്കുന്നത്. അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലോട്ട് എടുത്താലോ? ബയോ. നമ്മുടെ ഫസ്റ്റത്തെ സിനിമ എന്ന് പറഞ്ഞാൽ ഒന്ന് JSK എന്ന് പറഞ്ഞ സിനിമയാണ്. നമ്മുടെ സുരേഷ് ഗോപിയുടെ പുതിയ സിനിമയാണ് JSK എന്ന് പറയുന്ന സിനിമയാണ്. പിന്നെ നമ്മുടെ രണ്ടാമത്തെ ഫഹദ് ഫാസിലിന്റെ തമിഴ് സിനിമയാണ്. അത് നമ്മുടെ മാരീസൻ എന്ന് പറഞ്ഞിട്ട് ഒരു തമിഴ് സിനിമയാണ്. അതിന്റെ ടീസർ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ LCയിലോട്ട് പുതിയ ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു റിവ്യൂ അല്ലെങ്കിൽ ഒരു റിയാക്ഷൻ കാര്യങ്ങളായിട്ടാണ് നമ്മളിന്ന് വന്നേക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സിനിമ എടുക്കാം. JSK എന്ന് പറയുന്നത് നമ്മുടെ സുരേഷ് ഗോപിയുടെ സിനിമയാണ്. അതിൻ്റെ ഫുൾ ഫോം വരുന്നത് ജാനകി വിസസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ഒരു ഷോർട്ട് ഫോം ആയിട്ട് വന്നേക്കുന്നതാണ് JSK. പിന്നെ ഇതിൻ്റെ ടീച്ചർ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഒരു യൂഷ്വലായിട്ട് നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ഒരു വുമൺ ക്രൈം അല്ലെങ്കിൽ ഒരു വുമൺ ഇൻസിഡൻറ്റിനെ തന്നെ ബേസ് ചെയ്തിട്ടാണെന്ന് തോന്നുന്നു ഇവരിതെടുത്ത് വെച്ചിരിക്കുന്നത്. അതിൻ്റെ ബേസിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ ഒരു കേസ് ഈ ഒരു ബേസിലാണ് സിനിമ പോകുന്നതെന്നാണ് എനിക്ക് കണ്ടപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയനിൽ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയണം. അപ്പം എനിക്ക് ആ ടീച്ചർ കണ്ടപ്പോൾ അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. അപ്പം അടുത്തൊരു നേരാണോന്നും ഒരു ഡൗട്ടുണ്ട്, കാരണം ആ ഒരു രീതിയിലേക്കാണ് സിനിമ പോകുന്നത്. പിന്നെ നമുക്ക് എനിക്ക് അടിപൊളിയായിട്ട് തന്നെ പ്രതീക്ഷിക്കാം. പിന്നെ നമ്മുടെ രണ്ടാമത്തെ മൂവി എന്ന് പറഞ്ഞാൽ മാരീസൻ എന്ന് പറഞ്ഞിട്ട് ഒരു മൂവിയാണ്. നമ്മുടെ ഫഹദ് ഫാസിലിന്റെ തമിഴിലുള്ളൊരു മൂവിയാണ്. എനിക്ക് തോന്നുന്നു അടുത്തൊരു 20 മുതൽ ഒരു നമ്മുടെ ടീച്ചർ കാണുമ്പോൾ പറയാം ഒരു 20 മുതലിൻ്റെ ഒരു വൈബൊക്കെ അടിക്കുന്നുണ്ട്. ഈ ഒരു കേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം ഇറങ്ങിയ മാമനൻ എന്ന് പറഞ്ഞുള്ള സിനിമ ഉണ്ടായിരുന്നു. ഫഹദ് ഫാസിലും വടിവേലും ഒന്നിച്ചൊരു സിനിമയായിരുന്നു. അപ്പം അതിനുശേഷം ഇപ്പം ഇറങ്ങിയിരിക്കുന്ന സിനിമയാണ് മാരീസൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വടിവേലും ഫഹദ് ഫാസിലും ഒന്നിക്കുന്ന ഒരു സിനിമയാണ്. ഇതിൻ്റെ നമ്മുടെ വടിവേലിനെ കുറിച്ച് അറിയാം. ഒരു സൈഡ് റോൾ കൺട്രോൾ ചെയ്യുന്ന ഒരു ആളായിരുന്നു. അത് പുള്ളിക്കാർ പെട്ടെന്ന് നമ്മുടെ സുരാജ് ചെയ്യുന്ന ഒരു ക്യാരക്ടറോട്ട് ഇപ്പോൾ വന്നേക്കുവാണ്. നമുക്ക് എന്നേക്കാളും കാത്തിരുന്ന് തന്നെ കാണാം. അടിപൊളിയായിട്ട് പ്രതീക്ഷിക്കാൻ നമ്മുടെ ആ സിനിമ. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ LCയിലോട്ട് നമ്മുടെ ഒരു ന്യൂ നമ്പർ വന്നിട്ടുണ്ട്. പുതിയൊരു ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ മലയാളത്തിൽ നിന്നാണ് നമ്മുടെ നിവിൻ പോളിയാണ്. അപ്പോൾ പുള്ളിയുടെ FBയും അല്ലെങ്കിൽ ഇൻസ്റ്റാ പേജൊക്കെ ഫോളോ ചെയ്യുന്നവർക്കറിയാം. പുള്ളിയുടെ ഒരു ട്രാൻസ്ഫർമേഷൻ വീഡിയോ അല്ലെങ്കിൽ ഒരു ഫോട്ടോസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്തോ വലുത് വരുന്നുണ്ട് എന്ന് നമ്മൾ പ്രതീക്ഷിച്ചായിരുന്നു. പക്ഷേ ഇത്രയ്ക്ക് ഒരു ഹൈപ്പുള്ള സാധനം വരും LCയിലോട്ട് ഒരു ക്യാരക്ടറാണ് പുള്ളി ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചത്, ചിന്തിച്ചു പോലും നോക്കിയിട്ടില്ലായിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു പിന്നെ വേറൊരു കേസ് ഉണ്ട്. അതിൻ്റെ അകത്ത് ലോകേഷ് കനകരാജ് അല്ല ഇത് ഡയറക്റ്റ് ചെയ്തേക്കുന്നത്, പുള്ളിയുടെ അസിസ്റ്റൻ്റ് ആണ് ഡയറക്റ്റ് ചെയ്തേക്കുന്നത്. ആ ഡയറക്ടറിൻ്റെ പേര് പറയുന്നത് ഭാഗ്യരാജ് കണ്ണൻ എന്നാണ് ഡയറക്ടറിൻ്റെ പേര്. അപ്പോൾ പുള്ളി ന്യൂ ഡയറക്ടർ എന്ന് പറഞ്ഞാലും പുള്ളി ചെയ്തേക്കുന്ന സിനിമാസ് ഉണ്ട്. നമ്മുടെ റെമോയൊക്കെ പുള്ളിയാണ് ചെയ്തേക്കുന്നത്. പിന്നെ നമ്മുടെ സുൽത്താൻ. അപ്പോൾ ഈ 2 മൂവീസൊക്കെ പുള്ളിയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഭാഗ്യരാജ് ഡയറക്ടറാണ് ചെയ്തേക്കുന്നത്. അപ്പം നമുക്ക് ആ 2 പടം വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല പടങ്ങളാണ്, അത്യാവശ്യം നല്ല ഹിറ്റ് അടിച്ച സിനിമകളാണ് രണ്ടും. അപ്പം നമുക്ക് എന്നൊക്കെയായാലും ഈ ബെൻസ് എന്ന് പറഞ്ഞ മൂവി നമുക്ക് അടിപൊളിയായിട്ട് തന്നെ പ്രതീക്ഷിക്കാം. പിന്നെ എനിക്ക് തോന്നുന്നു പുള്ളി മലയാളത്തിൽ തമിഴ് പറയുന്ന രീതിയിലൊക്കെ എനിക്ക് തോന്നി. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മുടെ നിവിൻ പോളിയുടെ ഒരു ക്യാരക്ടർ ബേസ് എടുക്കുകയാണെങ്കിൽ ഒരു എക്സെൻട്രിക് ആയിട്ടുള്ളൊരു ക്യാരക്ടർ പുള്ളിയുടെ കാണുമ്പോൾ തന്നെ അറിയാം. ഓവറിൻ്റെ ചുറ്റി സ്വർണവും കാര്യങ്ങളൊക്കെയാണ്. ഒരു വെരി എക്സെൻട്രിക് ആയിട്ടുള്ളൊരു ക്യാരക്ടർ ബേസ് ആണ് പുള്ളി വരുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോകേഷ് കനകരാജിൻ്റെ പ്രൊഡക്ഷനിൽ വരുന്നൊരു ആദ്യത്തെ സിനിമയാണിത്. അപ്പം എന്നൊക്കെയായാലും ഓവറോൾ ആയിട്ട് നമുക്ക് അടിപൊളിയായിട്ട് തന്നെ ഈ സിനിമ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ അടുത്തൊരു മൂവി അപ്ഡേറ്റ് വരെ നമ്മൾ വരുന്നതായിരിക്കും. അതുവരെയും ബൈ.